ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, അനന്തകോടി പ്രണാമം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്. ദൈവദശകത്തിലെ 5ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇവിടെ നീ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. എന്നാലേ ഈ സൃഷ്ടാവ് വേറെയല്ലേ എന്നൊരു തോന്നല് നമുക്കുണ്ടാവും അല്ലേ? ഞാനുണ്ട്, നീയുണ്ട്, ഇതുണ്ട് എന്നിങ്ങനെയൊക്കെ എല്ലാത്തിലും ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു ഉണ്മ, അതല്ലാതെ മറ്റൊന്നും ഇല്ലാന്ന് നമ്മൾ കഴിഞ്ഞ ഈ ഒരു ശ്ലോകത്തെ പറ്റി ചിന്തിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ പ്രപഞ്ചമുണ്ട്, ഈ നമ്മളിൽ നിന്നും ഭിന്നമായ ഒരു പ്രപഞ്ചമുണ്ട് എന്ന് തോന്നുന്നുണ്ട് അല്ലേ? അതുകൊണ്ടാണ് നമുക്കങ്ങനെ ഒരു സംശയം വരുന്നത്. ഈ പ്രപഞ്ച ആകാരത്തിൽ കാണപ്പെടുമ്പോഴും സത്യം എന്താണ്? പരിണാമരഹിതമാണ്. മണ്ണ് മണ്ണായിരിക്കെ തന്നെയാണ് സകല മൺപാത്രങ്ങളുമായിട്ട് നമ്മൾ കാണപ്പെട്ടത്, പറയപ്പെടുന്നത് അല്ലേ? അപ്പൊ വ്യവഹരിക്കപ്പെടുന്നതൊക്കെ അങ്ങനെയാണ്. അങ്ങനെ ഈ മണ്ണ് മണ്ണായിരിക്കെ തന്നെ സകല പാത്രങ്ങളായിട്ടും ഒക്കെ കാണുന്ന സമയത്തും അത് എന്തല്ല, മണ്ണല്ലാതാവുന്നില്ല. എല്ലാം എന്താണ്? മണ്ണ് തന്നെയാണ്. എന്നാലും സൃഷ്ടാവ് വേറെയല്ല എന്ന തോന്നലുണ്ടായാൽ എല്ലാത്തിൻ്റെയും അസ്തിത്വം മാത്രമായത് എന്താണ് എന്ന് നല്ലവണ്ണം വിചാരം ചെയ്യണം. നല്ലവണ്ണം വിചാരണം ചെയ്താൽ മാത്രമേ എന്തുള്ളൂ, നമുക്ക് ആ സത്യത്തെ ബോധിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അസ്തിത്വമാത്രത്തിൽ നിന്ന് ഭിന്നമായിട്ട് എന്തെങ്കിലും ഒന്നുണ്ടോ എന്ന് വിചാരം ചെയ്യുക. ഈ സത്യത്തിൽ നിന്നും ഭിന്നമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് വിചാരം ചെയ്തു നോക്കുക. അപ്പോൾ മനസ്സിലാവും എല്ലാവിധ പ്രകടീകൃത ഭാവങ്ങളും ആ ഒരു ഉണ്മയുടെ വിവിധ ഭാഗങ്ങളാണ് എന്ന്. ഈ പ്രകടമായിരിക്കുന്ന എല്ലാ ഭാവങ്ങളും ആ ഒരു സത്യത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അതുകൊണ്ട് നീ സത്യമാണ് എന്ന് തുടർന്ന് പറയാണ്. ക്രമികമായി വേദാന്ത വിചാരത്തിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്ക് നമ്മെ നയിക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ ചെയ്യുന്നത്. ക്രമികമായ വേദാന്ത വിചാരത്തിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്കാണ് കൊണ്ടുവന്നത്. സത്യം രണ്ടില്ല. എല്ലാ പ്രതിഭാസങ്ങളുടെയും പിന്നിൽ അതിൻ്റെ എല്ലാം അടിസ്ഥാനമായി നിലകൊള്ളുന്ന ഉണ്മ ഏകമാണ്, അദ്വിതീയമാണ്. ജഗത്ത്, ജീവൻ, ഈശ്വരൻ എന്നിങ്ങനെ പലതായി പറയപ്പെടുന്ന തത്വം സ്വാഭാവികമായി പല ഭാവങ്ങളിൽ പ്രദർശിതമാകുന്ന തത്വം സൂക്ഷ്മ വിചാരം ചെയ്ത് ഏകമാണ്, അദ്വിതീയമാണ് എന്ന് നമ്മൾ ശാസ്ത്രത്തിലൂടെ ബോധിക്കുകയാണ്. വേദാന്ത വിചാരത്തിലൂടെ നമുക്ക് ആ ഒരു സത്യത്തെ നമുക്ക് ബോധിക്കാൻ സാധിക്കും. എന്താണ് ഈ സൃഷ്ടിക്കുള്ള സാമഗ്രികൾ? എന്താണ്? പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നു അല്ലേ? പഞ്ചഭൂതാത്മകമാണ് ഈ പ്രപഞ്ചം. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നിവയിലാണ് സകലതും രൂപപ്പെടുന്നത്. ഈ ഭൂതങ്ങളാലാണത്രേ സകല ഭൗതികങ്ങളും ഉണ്ടാകുന്നത്. ഈ 5ൽ നിന്ന് ഉണ്ടാകുന്നതിനാലും 5 ചേർന്നതായതിനാലുമാണ് നാം പ്രപഞ്ചം എന്ന ശബ്ദം തന്നെ വിനിയോഗിക്കുന്നത്. പ്രപഞ്ചം, പഞ്ചം, പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ച് ശ്രുതി സ്പഷ്ടമായിട്ട് പറയുന്നു. വേദങ്ങൾ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. തസ്മാത് വാ ഏതസ്മാത് ആത്മന ആകാശഃ സംഭൂതഃ ആകാശാത് വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അഭ്യഃ പൃഥിവീ. ഇങ്ങനെ ക്രമികമായി ആ പരമപുരുഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ പരമസത്യത്തിൽ നിന്നാകുന്നു സർവഭൂതങ്ങളുടെയും പ്രകടീകരണം. പരമമായ സത്യത്തിൽ നിന്നാണ് സർവഭൂതങ്ങളും പ്രകടീകരിക്കുന്നത്. ഇവിടെ പരമാത്മാവിനാൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നോ മറ്റോ പറയാമായിരുന്നു അല്ലേ?
പരമാത്മാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയാമായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ സൃഷ്ടിയും സൃഷ്ടാവും ഭിന്നങ്ങൾ എന്ന് പറയാൻ സാധിക്കുമായിരുന്നു അല്ലേ? സൃഷ്ടിക്കുന്നവൻ വേറെ, സൃഷ്ടാവ് വേറെ, സൃഷ്ടിക്കപ്പെടുന്നത് വേറെ എന്നുള്ള ആ സെമിറ്റിക് മതങ്ങളുടെ ഒരു കാഴ്ചപ്പാടോടുകൂടി ഇവിടെയും പറയാമായിരുന്നു. പരമാത്മാവിൽ നിന്നുണ്ടായി, ഈശ്വരിൽ നിന്നുണ്ടായി എന്നൊക്കെ പറയാമായിരുന്നു. എന്നാൽ ഇവിടെ ശ്രുതി പ്രഖ്യാപിക്കുന്നത് എന്താ? ശ്രുതി പ്രഖ്യാപിക്കുന്നത്, വേദം പറയുന്ന ആ പരമാത്മാവിൽ നിന്ന് ആകാശാദി പഞ്ചഭൂതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ്. ബ്രഹ്മം തന്നെ ജഗത് കാരണം, കാരണം തന്നെയാകുന്നു കാര്യാകാരത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ആ പരമാത്മാവിൽ നിന്ന് തന്നെയാകുന്നു ഭൗതിക സംഘാതങ്ങളുടെയും ആവിർഭാവം. അതായത് പരമാത്മാവിനാൽ എന്നല്ല, പരമാത്മാവിൽ നിന്നു തന്നെ എന്നാണ്. മനസ്സിലായോ? അപ്പൊ സത് ഭിന്നമായി ഒന്നില്ല, സത് ഭിന്നം അസത്താകുന്നു, അതാകട്ടെ ഇല്ലാത്തതാകുന്നു. അതുകൊണ്ട് തന്നെ സദ്ഭിന്നമായി ഒന്നും ഉണ്ടാവാൻ തരമില്ല. പരമാത്മാവിനാൽ എന്ന് പറയുമ്പോൾ അത് ഭിന്നമാണ്, പരമാത്മാവിൽ നിന്ന് തന്നെ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഭിന്നമല്ല, സദ്ഭിന്നമായി ഒന്നും ഉണ്ടാകാൻ തരമില്ല. അപ്പൊ വൈവിധ്യപൂർണമായി കാണപ്പെടുന്ന എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായി സത്തിനെ പറയുന്നു. സൽസ്വരൂപമായ പരമാത്മാവ് മായയോട് ചേർന്ന് സകലവുമായി ഭവിക്കുന്നു എന്നും നിർമായമായ തലത്തിൽ യാതൊരു സൃഷ്ടിസ്ഥിതി സംഹാരാദി വ്യവഹാരങ്ങളും ഇല്ലെന്നുമല്ലേ ശ്രുതി പറയുന്നത്? അപ്പൊ സൽസ്വരൂപനായ പരമാത്മാവ് മായയോട് ചേർന്ന് സകലവുമായി ഭവിക്കുന്നു എന്നും നിർമായമായ തലത്തിൽ യാതൊരു സൃഷ്ടിസ്ഥിതി സംഹാരാദി വ്യവഹാരങ്ങളും ഇല്ല. അങ്ങനെ ഇരിക്കെ മായ വേറെയുണ്ടല്ലോ, പരമാത്മാവും മായയും എന്നിങ്ങനെ പാരമാർത്ഥികമായി രണ്ടുണ്ടെന്നാകിൽ അദ്വൈതം ശ്രുതി സമ്മതമല്ലോ എന്ന ഒരു സംശയം കൂടി വരാം. എങ്കിൽ ആ മായ സൽസ്വരൂപന്റെ അനന്യശക്തിയാണ് എന്നറിയണം. മായയും പരമാത്മാവും ഭിന്നങ്ങളല്ല, അഭിന്നമാണ്. പരമാത്മാവിന്റെ അഭിന്നവും അനന്യവുമായ ശക്തി വിശേഷമാണ് മായ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മായികമായി കാണപ്പെടുന്ന സകലതും വിചാരദശയിൽ സത്തു തന്നെയാണ്. ഇത് വളരെ വിചാരം ചെയ്ത് നിർണയിച്ച് ശ്രുതി പറയും. ഈ വേദാന്ത സാരമാണ് ഇവിടെ ഗുരുദേവൻ പറഞ്ഞു തരുന്നത്. സൃഷ്ടിയും സൃഷ്ടാവും സൃഷ്ടിജാലവും സൃഷ്ടി സാമഗ്രിയും ഒന്നു തന്നെയാണ്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇത് വീണ്ടും വീണ്ടും വിചാരം ചെയ്ത് തന്നെ ഗ്രഹിക്കേണ്ടതാണ്. അതിനാൽ ഈ പറയപ്പെട്ട സൽസ്വരൂപനും മായയും അഭിന്നമാണെന്ന സത്യത്തെ വീണ്ടും വർണ്ണിക്കുകയാണ് ഗുരുദേവൻ അടുത്ത ശ്ലോകത്തിലും ചെയ്യുന്നത്. 6ാമത്തെ ശ്ലോകത്തിൽ നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. 6ാമത്തെ ശ്ലോകത്തിൽ ഒന്നും കൂടി ഈ ഒരു സൽസ്വരൂപനും മായയും അഭിന്നമാണെന്ന സത്യത്തെ ഗുരുദേവൻ വർണ്ണിക്കുകയാണ്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. നന്നായിട്ട് വിചാരം ചെയ്യുക. നന്ദി, നമസ്കാരം.